everyone, welcome to Mapstick Media. അപ്പോൾ നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സന്തോഷ് വർക്കായിട്ട് നമ്മൾ എന്താ പറയുക ഒരു പുതിയ ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. ലോജിക് വിഎസ് ഇമാജിനേഷൻ അല്ലേ? യെസ്, യുക്തി വിഎസ് ഭാവന. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോപ്പിക്കിന് മുന്നേ കിടക്കുന്ന മുന്നേ എങ്ങനെയുണ്ട്? നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. സുഖമാണോ? കുഴപ്പമില്ല. ഓക്കെ, നന്നായി പോകുന്നല്ലോ. അപ്പോൾ നമ്മുടെ ടോപ്പിക് ലോജിക് വിഎസ് ഇമാജിനേഷൻ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ലോജിക് ആൻഡ് ഇമാജിനേഷൻ ആദ്യം അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങാം. എന്താണ് ലോജിക്, എന്താണ് ഇമാജിനേഷൻ? ലോജിക്കൽ അനാലിസിസ് എന്ന് പറയാം. ലോജിക്കൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്, കുറച്ച് നിയമങ്ങളാണ്. റിലീജിയൻ ലോജിക്, ക്രിസ്ത്യാനിറ്റി എല്ലാ ഒരുപാട് നിയമങ്ങളാണ്. ഇത് നമ്മൾ യുക്തിവാദം എന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് ലോജിക്കലാണ്, സയൻറ്റിസ്റ്റുമാർ സയൻറ്റിഫിക് വാദം ലോജിക്കലാണ്. ഇമാജിനേഷൻ പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. ക്രിയേറ്റീവായിട്ട് പുതിയ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് ലോജിക്കൽ അനാലിസിസ്. ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ ആണ് ഇൻഡ്യൂട്ടീവ് ഇമാജിനേഷൻ. അപ്പോൾ ഒരു വ്യക്തിക്ക് ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ചിലർക്ക് ലെഫ്റ്റ് ആയിരിക്കും, ചിലർക്ക് റൈറ്റ് ആയിരിക്കും, ചിലർക്ക് രണ്ടും ഉണ്ടാവും. രണ്ടും ഉണ്ടാവുന്നതാണ് നല്ലത്. അത് എങ്ങനെ ലൈക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ ആ ഒരു സ്കില്ല്? കുറച്ചുകൂടെ കുറേ ജെനറ്റിക് ആണ്, ഇന്റലിജൻസ് ആണ്, കുറേ ജെനറ്റിക് ആണ്. പിന്നെ അതിന് ഡെവലപ്പും ചെയ്യാൻ പറ്റും. ഈ ലോജിക് ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ്. ഈ ലോജിക്കും ഇമാജിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ രണ്ട് ടേംസ് റിലീജിയസ് ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക്? റിലീജിയനിലെ നിയമങ്ങൾ ലോജിക്കും റിലീജിയനിലെ മിത്തുകളും മറ്റല്ല ഇമാജിനേഷനാണ്. കുറെ സ്റ്റോറീസും ഉണ്ടല്ലോ, അതെല്ലാം ഇമാജിനേഷനാണ്. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ ബേസിസിൽ വന്നിട്ട് നമ്മളിപ്പോ ഇമാജിനേഷൻ മോർ റിലീജിയന്റെ ബന്ധം. ലോജിക്കലായി ചിന്തിക്കുമ്പോ ദൈവം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. അതൊരു എനർജി എന്നുള്ള ലോജിക് വെച്ച് മാനിപ്പുലേറ്റീവ് ആണ്. നമുക്ക് പക്ഷെ പലപ്പോഴും ചില ലോജിക്സ് ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആയിട്ടില്ലേ? ഇപ്പൊ ഈ ഗോഡിന്റെ എക്സിസ്റ്റൻസ് തന്നെ ലോജിക് വെച്ചപ്പോ ലേബിനസ്, സ്പിനോസ, ഡെക്കാർട്ട് ഫിലോസഫേഴ്സ് ലോജിക് അവർ പറഞ്ഞു അത് തെളിയിച്ച് ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു. ദൈവം ഇല്ലെന്നും പറയാം, രണ്ടും പറയാം ലോജിക് വെച്ചാൽ. ഇപ്പൊ ഇമാജിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിത്ത് എന്ന് പറയുന്നത് ഇമാജിനേഷൻ. പക്ഷെ ചില കാര്യങ്ങള് ഇപ്പോ ഹിന്ദു മിത്തോളജി ആണെങ്കിലും മുസ്ലിംസോ ക്രിസ്ത്യൻസ് ഏത് എടുത്ത് നോക്കിയാലും അവരെ കുറച്ച് എന്താ പറയാ ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ മിത്തോളജി കറക്റ്റ് ആണ് അല്ലെങ്കിൽ ട്രൂ ആണെന്ന് പറഞ്ഞിട്ട് കുറെ എവിഡൻസസ് കൊണ്ടുവരും. അപ്പോൾ അവിടെ വരുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു മിത്തോളജി ഇമാജിനേഷൻ മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. ലോജിക്കലായിട്ട് ആർഗ്യൂ ചെയ്യാൻ പറ്റുമോ? മിത്ത് അത്ര ലോജിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മിത്ത് പ്യൂർലി ഇമാജിനേറ്റീവ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ല, ഈ ഒരു എവിഡൻസ് വരുമ്പോൾ സ്റ്റാർട്ടിങ് ഇമാജിനേഷൻ പിന്നെ ലോജിക് അപ്ലൈ ചെയ്യണം. അതിന്റെ സ്റ്റാർട്ടിങ് ഇമാജിനേഷൻ തന്നെയാണ്. മിത്തിന്റെ സ്റ്റാർട്ടിങ് ഇമാജിനേഷൻ ആണ്, പിന്നെ ലോജിക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴായിട്ടും നമുക്ക് അത് ഏത് കാര്യമാണെങ്കിലും ആദ്യം വേണ്ടത് ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഈ ഓരോ ഫിലോസഫീസ് ആണെങ്കിലും ഫിലോസഫി പ്യൂർലി ലോജിക്കലാണ്. ലോജിക്കിന്റെ പേര് വേർഡാണ് റാഷണൽ എന്ന് പറയും. അല്ല, എന്നാലും ഇപ്പൊ പറഞ്ഞാലോ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ. അപ്പൊ ഈ ഏതൊരു തിയറി ആണെങ്കിലും ഏതൊരു ഏതായാലും സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ഇമാജിനേഷൻ വെച്ചിട്ട് മാത്സിലെ സ്റ്റാർട്ടിങ് ഇൻഡ്യൂഷൻ ആണ്. ഒരു ഐഡിയ ഉണ്ടാവുക, പിന്നെ ആ ലോജിക് അപ്ലൈ ചെയ്യണം. ഈ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വളരെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിക്ക്? ലോജിക് കൊണ്ട് ക്രിയേറ്റിവിറ്റി പറ്റില്ല. ക്രിയേറ്റിവിറ്റിക്ക് ഇമാജിനേഷൻ തന്നെ വേണം. ഒരു പേഴ്സൺ ആയിട്ട് ഇമാജിനേഷൻ പോലെ സംഭവത്തിനാണ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ പ്ലാൻഡ് ആക്ടിവിറ്റി അല്ല. ഒരു നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് വരുന്നു പറയാൻ പറ്റില്ല, ഒരു പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു പേഴ്സൺ ഒരു ലൈഫിൽ ഒരു റിയൽ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഏതായിരിക്കും കൂടുതൽ ലൈക്ക് വാല്യൂ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തത്? ലോജിക് 80% ആൾക്കാർ ലെഫ്റ്റ് ബ്രെയിൻ ആണ്, ലോജിക് അനാലിസിസ് ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് വേണ്ടത് ലോജിക് അനാലിസിസ് ആണ്. പക്ഷേ എന്തെങ്കിലും ഫീൽഡ് ഗ്രോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഉണ്ടാവണമെങ്കിൽ ഇമാജിനേഷൻ ദിവസം വേണം. ഈ ഇമാജിനേഷൻ കൂടുതലുള്ള ഒരു വ്യക്തി
വ്യക്തി നോർമൽ അല്ല എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. അവരൊരു സ്വപ്ന ലോകത്താണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്. അവര് റിയലിസ്റ്റിക് ആണോ ഇല്ല, റിയാലിറ്റി പറഞ്ഞ ലോജിക്കലാണ്. പക്ഷെ ലോജിക്ക് ഈ യൂറോപ്പിലെ ലോജിക്ക് കൂടിയപ്പോൾ മെന്റലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ഈ ലോജിക്ക് കൂടുമ്പോൾ ആർഗ്യുമെന്റ് കൂടും. അങ്ങനെ ഡിബേറ്റിൽ വന്ന് അത് മെന്റലിസ്റ്റ് ആണ്. പക്ഷെ ഇമാജിനേഷൻ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ആൾക്കാർ പറയാം പ്രാക്ടിക്കൽ അല്ല പറയും. അവർ പ്രാക്ടിക്കൽ അല്ല, അവർ ഫാന്റസിയിൽ അങ്ങനെയാണല്ലോ, റിയലിസ്റ്റിക് അല്ല. അപ്പൊ മൂവീസിലെല്ലാം ഇമാജിനേഷൻ ആണ് കൂടുതൽ. നമ്മുടെ സിനിമയിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ മലയാളികൾ എപ്പോഴും ലോജിക്ക് നോക്കും. ഈ സിനിമാസ് എടുക്കുമ്പോ ഒരു സിനിമ മെയിൻലി റൈറ്റ് ബ്രെയിൻഡ് ആണ്. അല്ല, ഒരു കാലത്ത് ഇപ്പോ പണ്ട് കാലത്തൊക്കെ നോക്കുമ്പോൾ കൂടുതൽ ഇമാജിനേഷൻ, ഒരു ഫാന്റസി വേൾഡ് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് കാലത്തൊക്കെ. ലിറ്ററേച്ചർ വർക്കല്ലേ, ഇപ്പൊ ലിറ്ററേച്ചേഴ്സ് ആണെങ്കിലും സിനിമാസ് ആണെങ്കിലും എല്ലാ ആർട്ട് ബേസും ഇമാജിനേഷൻ ആയിരുന്നു. പക്ഷെ ഒരു പീരീഡ് ആയപ്പോൾ അത് റിയലിസത്തിലോട്ട് കടന്നു. ലൈക്ക് ലോജിക്കലായിട്ട് ആൾക്കാരെ തിങ്ക് ചെയ്ത് ഇപ്പൊ ഒരു മൂവി കാണുവാണെങ്കിലും ഒരു ആർട്ട് കാണുവാണെങ്കിലും അവർ ചിന്തിക്കാൻ തുടങ്ങി. യൂറോപ്പിൽ പണ്ട് റൊമാൻറ്റിസിസം മൂവ്മെന്റ് ആയി, അത് ആർട്ടിസ്റ്റിക്കും ഇമാജിനേറ്റീവ് ആയി. പിന്നീടാണ് എൻലൈറ്റ്മെന്റ് വന്നത്. എൻലൈറ്റ്മെന്റ് വന്നോടെയാണ് ലോജിക്കിന് പോയത്. പിന്നെ റിയലിസത്തിലോട്ട് ശരിക്കും റിനൈസൻസ് സംഭവമുണ്ട്. റിനൈസൻസിൽ ലോജിക്ക് രണ്ടും വേണം, ആർട്ടും വേണം, സയൻസും വേണം. അപ്പൊ ഈ ഒരു ഇപ്പൊ എല്ലാവരും ലോജിക്കിന് പുറകെയാണ്. ഇപ്പൊ മിക്ക ലോജിക്കിന് പുറകെയാണ്. ലൈക്ക് ഈ ഒരു റിയലിസവും അല്ലെങ്കിൽ ഇമാജിനേഷൻ, ലോജിക്കലും ഇമാജിനേഷനും മൂവിയിലോട്ട് വരുമ്പോൾ അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്? മൂവിയിൽ കുറച്ചുകൂടി ഇമാജിനേഷൻ കൂടുതൽ, ഇമാജിനേഷൻ ഇൻഡ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു ട്രെൻഡ് വെച്ചിട്ട് റിയലിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈക്ക് ഇപ്പൊ റിയലിസ്റ്റിക് കോമഡി, റിയലിസ്റ്റിക് സ്റ്റോറീസ്, അത് മലയാളം സിനിമകളിലാണ് കൂടുതലും. മലയാളം സിനിമകൾ വളരെ റിയലിസ്റ്റിക് ആണ്. ഇപ്പൊ പല മൂവീസും അതേ ലൈഫിലുള്ള അതേപടി കാണിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും മലയാളി ഓഡിയൻസ്, മലയാളം, ബംഗാളി, മറാഠി ഇത് മൂന്നും വളരെ റിയലിസ്റ്റിക് മൂവീസ് ആണ്. ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഓഡിയൻസ് ഇപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് ഓഡിയൻസ് റിയലിസ്റ്റിക് ആണ്. പക്ഷെ ഈ തമിഴ്, തെലുങ്ക്, അങ്ങനത്തെ ഹിന്ദിക്കൊക്കെ അവർക്ക് കൂടുതലും ഇമാജിനേഷൻ. ലൈക്ക് അറിയാലോ, ഹീറോ ചാടിയടിക്കണം, ഹീറോ ഒരു ഗോഡ് ലൈക്ക് ഫിഗർ ആയിരിക്കണം. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡിഫറൻസ് ആ ഒരു ഓഡിയൻസ്? ഇപ്പൊ രജനികാന്തിന്റെ പഴയ പോലെ സിനിമയിൽ ഇമാജിനേഷൻ വേണ്ട, ലോജിക്കും വേണ്ട, രണ്ടും വേണ്ടാത്ത കാര്യമാണ്. ഇമാജിനേഷൻ പറഞ്ഞാൽ ഇപ്പൊ ഇന്നാള് എം മൂവിന്റെ ഫിലിം ഉണ്ടായില്ലേ, മറ്റേ ഡിവിൻ പോളി അഭിനയിച്ച ഒരു ഫിലിം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ബാഹുബലി, അതൊക്കെയാണ് റിയൽ ഇമാജിനേറ്റീവ്. ഈ തമിഴ് രജനികാന്ത് പറഞ്ഞാൽ ലോജിക്കും വേണ്ട, ഇമാജിനേഷൻ വേണ്ട, ഒന്നും വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇമാജിനേറ്റീവ് ആയിട്ട് ഇപ്പൊ ഒരുപാട് ലിറ്ററേച്ചർ വർക്ക്, ചെമ്മീൻ അങ്ങനെ ലിറ്ററേച്ചർ അതെല്ലാം ഇമാജിനേറ്റീവ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇമാജിനേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടും ഇഷ്ടപ്പെട്ട 2 മൂവീസ് പറയാമോ? എനിക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് മൂവീസാണ് കൂടുതൽ ഇഷ്ടം. റിയലിസ്റ്റിക് ഇപ്പൊ ലാൽ സലാം പറഞ്ഞ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ലാൽ സലാം എന്ന ഫിലിം ഉണ്ട്. അത് പ്യുവർലി റിയലിസ്റ്റിക് ആണ്. അത് ഒന്നും ഇമാജിനേറ്റീവ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇമാജിനേറ്റീവ് നോക്കിയാ ടൈറ്റാനിക്കിലെ ഒരു ഇമാജിനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ യുക്തി അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നതിൽ മെയിനായിട്ട് നമ്മൾ മുന്നിലേക്ക് വെച്ചൊരു സംഭവമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അവർ കൂടുതലും അപ്പോൾ അതിന്റെ ഒരു റിലേറ്റബിൾ പറയാമോ? അവര് യുക്തി വെച്ച് ദൈവമില്ലെന്ന് തെളിയിക്കുകയാണ്. പക്ഷെ യുക്തി കൊണ്ട് ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഇപ്പൊ റിലീജിയസ് ആയിട്ട് വളരെ വലിയ സ്കോളേഴ്സ് അല്ല യുക്തി കൊണ്ട് ഉണ്ടെന്ന് പറയും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ യുക്തി കൊണ്ട് പറയുന്നത് ദൈവമില്ലെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം അവർ പറയാൻ? ഈ ലൈക്ക് ഇപ്പൊ വർക്കിംഗ് ക്ലാസ് ആണല്ലോ കമ്മ്യൂണിസത്തിലോട്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവർ കൂടുതൽ അങ്ങനെ ഒരു അവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ദൈവം എന്ന് പറയുന്ന എല്ലാം ഉള്ള ആളാണ്. നമ്മള് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരാണ് ബലഹീനർ. അങ്ങനെ ഒരു പ്രിൻസിപ്പലിലേക്കാണ് അത് വരുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് എഗെയിൻസ്റ്റ് റിലീജിയൻ. കാരണം കാർൽ മാർക്സ് പറഞ്ഞ റിലീജിയൻ നല്ല കാര്യമാണ്. റിലീജിയൻ്റെ ഒരു കുഴപ്പം പറഞ്ഞാൽ ബ്ലൈൻഡ് ഫെയ്ത്ത്. അത് വരുമ്പോൾ ലോജിക് ഉണ്ടാവില്ല, റീസണിങ് ഉണ്ടാവില്ല. ഒരാളെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുകയും ചെയ്യും. ഈ ലോജിക് റിലീജിയനിൽ കുറച്ച് കുറവാണ്. അവിടെ റിലീജിയനിൽ ഏറ്റവും കൂടുതലുള്ള ഇമാജിനേഷൻ, ലോജിക് റിലീജിയനിൽ വളരെ കുറവാണ്. ഈ തിയറീസ് പറയുന്നവർ അല്ലെങ്കിൽ ഒരു ഫോർടെല്ലിംഗ് പറയുന്നവരൊക്കെ കൂടുതൽ ഇമാജിനേഷൻ വെച്ചിട്ടാണ് ഓരോ ഈ തിയറീസ് പറയുന്ന അവരൊക്കെ അല്ലെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെക്കുലേഷൻ ആണ്. സ്പെക്കുലേഷൻ പറഞ്ഞ ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ ആണ്. അതല്ല, ഞാൻ ഇപ്പൊ ഒരു തിയറി പറഞ്ഞു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറി ആ സമയത്ത്
ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവം പിന്നീട് നമ്മുടെ ഭാവിയിൽ സംഭവിക്കുന്ന പറഞ്ഞൊരു സംഭവമാണ് ഈ ഗ്ലോബൽ വില്ലേജ്. ലൈക്ക് ഒരു ഗ്ലോബ് പോലെ ആയിരിക്കും നമ്മുടെ എർത്ത്, ലൈക്ക് വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തിയറി എന്നൊക്കെ പറയുന്നത് ഇമാജിനേഷൻ വന്നതല്ലേ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇമാജിനേഷൻ ആൻഡ് ലോജിക്കൽ അപ്പൊ ഒരു റിലേറ്റ് ആവല്ലേ? കാരണം ഇത് ഭാവിയാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യാൻ പോണത്. അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? സ്റ്റാർട്ടിംഗ് അല്ല ഇമാജിനേഷൻ ഇൻഡ്യൂഷനാണ്, ഒരു ഐഡിയ ഉണ്ടാവുന്ന ഇൻഡ്യൂഷനാണ്. അപ്പൊ അത് ലോജിക്കായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? അത് ഡെവലപ്പ് ചെയ്ത് പിന്നീട് അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം. അപ്ലൈ ചെയ്യുമ്പോഴാണ് ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. ഒറിജിൻ ഇൻഡ്യൂസ്ഡ് ഇമാജിനേഷൻ ആണ്. പിന്നെ അത് പ്രാക്ടിക്കലായി അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഇമാജിനേഷൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡ്യൂഷൻ. ഒരു ആശയം വരിക, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്. അതല്ല ആർട്ടിസ്റ്റുകൾക്ക് അത് മാത്രം മതി, കലാകാരന്മാർക്ക് ഇൻഡ്യൂഷൻ മാത്രം മതി. പക്ഷേ സയന്റിസ്റ്റുമാരും മാത്തമാറ്റിക്സ് അവർക്ക് ഇൻഡ്യൂഷൻ മാത്രം പോരാ, അതിൻ്റെ ഒപ്പം ലോജിക്കും വേണം. പക്ഷെ ഇപ്പത്തെ നമ്മുടെ ആൾക്കാർക്ക് ഈ രണ്ടും ഇപ്പൊ പറഞ്ഞ ഇൻഡ്യൂഷൻ എല്ലാരും ഇപ്പൊ ലോജിക്കിന് പറയുകയാണ്. ഇപ്പത്തെ യൂത്ത് എത്തിയിസ്റ്റ് ആവാനുള്ള മെയിൻ കാരണം അതാണ്. ലോജിക്ക് വെച്ച് അവര് എത്തിയിസ്റ്റ് ആവാം. ആ ഒരു റീസണിങ് ലൈക്ക് ലോജിക് എന്ന് പറയുന്ന റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ക്രിയേറ്റീവ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് വെർട്ടിക്കൽ തിങ്കിങ്, ലാറ്ററൽ തിങ്കിങ് എന്ന് പറയും. ഡി ബോണോവർ ആണ് പറഞ്ഞതാണ്. വെർട്ടിക്കൽ തിങ്കിങ് നമ്മുടെ എഡ്യൂക്കേഷനിലുള്ള ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ ലോജിക്കാണ്. അത് വളരെ റിജിഡാണ്. ഐൻസ്റ്റൈൻ വേണ്ട റിജിഡ് പാത്ത്, A to B വേണം റിജിഡ് പാത്ത്. ഇമാജിനേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പോവാം. ഫ്രീഡം വരുന്ന ഇമാജിനേഷനിലാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ എല്ലാ പിള്ളേരും സ്റ്റെമ്മിന് പറയാൻ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു പുതിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഫിസിക്സിൽ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് റിലേറ്റിവിറ്റി 1920 ഉണ്ടായിട്ട് ഇപ്പൊ 100 വർഷമായിട്ട് കണ്ടുപിടുത്തലുണ്ടായിട്ടുണ്ട്. പക്ഷേ റെവല്യൂഷൻ കണ്ടുപിടുത്തലുണ്ടായിട്ടില്ല. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഏറ്റവും ഇമോഷൻ കൊടുത്തത് ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ ഇമോഷൻ കൊടുത്താൽ അതിൽ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് കാര്യം ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ ഇൻഡ്യൂസ് ഇമാജിനേഷൻ വേണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് എൻകറേജ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുമാരും ക്രിയേറ്റീവ് അല്ലാത്തത്. അവർ IBM പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയി ചില ഹോളിവുഡ് മൂവീസ് കാണാൻ പറഞ്ഞു. ക്രിയേറ്റിവിറ്റി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല ഒട്ടും, ഇൻഡ്യൂഷനൊട്ടും ഇല്ല. ഇപ്പം ഞാൻ തന്നെ ഫിലോസഫി പഠിക്കുമ്പോൾ ഈ 300 ക്ലാസ് മുതൽ ഫിലോസഫി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. സോക്രട്ടീസ്, നീഷെ. പുതിയതായിട്ടൊന്നും ഉണ്ടാവണില്ല. പുതിയതായിട്ട് ഏത് ഫീൽഡിൽ ഉണ്ടാവണമെങ്കിലും ക്രിയേറ്റിവിറ്റി ഈ ഇൻഡ്യൂഷൻ ഇമാജിനേഷനാണ്. പിന്നെ ലോജിക് വേണമെങ്കിൽ കുറേ ഡിസിപ്ലിൻഡ് ആണ്. സീക്വൻസ് ഡിസിപ്ലിൻ കൊണ്ട് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഇൻഡ്യൂസ് ഇമാജിനേഷൻ ഐഡ്ലൈൻസ് തന്നെ വേണം. ഈ ഇപ്പം സൈക്കോളജി നോക്കുവാണെങ്കിൽ ഒരു പേഴ്സൻ്റെ ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ ഇഷ്ടംപോലെ തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് സൈക്കോളജി ബേസ് ചെയ്തിട്ട്. പക്ഷെ അത് പലപ്പോഴും ലോജിക്ക് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടോ അതോ ഇമാജിനേഷൻ വെച്ചിട്ടാണ്? ഇപ്പം പുള്ളിയുടെ തിയറീസ് പലപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറെ തിയറീസ് ഒക്കെ ഉണ്ട്. അതെല്ലാം എക്സ്പെരിമെന്റൽ അല്ല, എവിഡൻസ് ബേസ്ഡ് അല്ല, കുറെ ഇൻഡ്യൂട്ടീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അത് എല്ലാ പക്ഷെ അത് സയന്റിഫിക് കുറച്ചുകൂടെ സയന്റിഫിക് അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ അതിന്റെ എവിഡൻസ് കിട്ടും. ഈ പലപ്പോഴും സൈക്കോളജി ബേസ് ചെയ്തിട്ട് വരുന്ന തിയറീസ് ഒക്കെ ഇമാജിനേഷൻ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നതെന്ന് തോന്നുന്നു. സൈക്കോളജി സയൻസ് ആണ്. സൈക്കോളജിയിൽ എവിഡൻസ് കിട്ടും, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. ഫിലോസഫിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റാത്തത്. ഫിലോസഫി, മാത്സ് ഒന്നും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. സൈക്കോളജി മോർ സയൻസ് ആണ്, അത് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആസ് എ പേഴ്സൺ നിങ്ങൾ എങ്ങനത്തെ ഒരു വ്യക്തിയാണ്? ഞാൻ ബേസിക്കലി ലോജിക്കൽ അനാലിസിസ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ മൂവീസിലാണ് കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇൻഡ്യൂട്ടീവ് ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്തു. ഞാൻ ഒരു 800 കോട്ടിൽ ബുക്ക് ചെയ്തിയാണ്, 800 കോട്ടിൽ ബുക്ക്. 1 മണിക്കൂർ 50 കോട്ടിൽ എഴുതിയിട്ടുണ്ട്. അത് പ്യുവർലി ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ ആൾക്ക് ആദ്യം ഈ മാത്സ് ലോജിക്കൽ പുള്ളി ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യണം. രണ്ടും വേണം. ഇപ്പൊ ഈ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ്ലി ഈ ബുക്ക് ലേണിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ഡിസിപ്ലിൻഡ് ആയി പോയാൽ കിട്ടാവുന്ന ഒരു സംഭവമാണ്. നമ്മുടെ എഡ്യൂക്കേഷനിൽ വരുന്ന അതാണ്. അപ്പോൾ നമുക്ക് അത് ഒരു സേഫ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റും? ലാറ്ററൽ തിങ്കിങ് സംഭവം പിന്നീട് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ഇമാജിനേഷൻ കുറച്ച് ഗിഫ്റ്റാണ്. ഇമാജിനേഷൻ ഇൻഡ്യൂസ് എല്ലാവർക്കും ഉണ്ടാവണമില്ല, അത് ഗിഫ്റ്റാണ്, ബൈ ബർത്ത് വേണം. പക്ഷെ ലോജിക്കൽ അനാലിസിസ് അല്ല, പിന്നീട് ഡിസിപ്ലിൻ വഴി മറ്റുള്ള ഡെവലപ്പ് ചെയ്യാം. ഈ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇമാജിനേഷൻ വിഷ്വലൈസേഷൻ വ്യത്യാസമുണ്ട്. ഇമാജിനേഷൻ പുതിയതായിട്ട് ഐഡിയ ഉണ്ടാകും. അത്
അങ്ങനെ ഉണ്ടായ ഐഡിയ പിന്നെ കാണാനാണ് വിഷ്വലൈസേഷൻ. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് വേണ്ട ഇമാജിനേഷനാണ്, ഒരു ഡയറക്ടറിന് വേണ്ട വിഷ്വലൈസേഷനാണ്. ഇമാജിനേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് തിങ്കിങ് പവർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ യൂത്തിന് പലപ്പോഴും തിങ്കിങ് എല്ലാം ഉണ്ട്. ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, അനാലിറ്റിക്കൽ തിങ്കിങ് ഉണ്ട്, തിങ്കിങ് എല്ലായിടത്തും ഉണ്ട്. അല്ല ഈ തിങ്ക് ഇപ്പത്തെ യൂത്ത് സ്റ്റാർട്ടിങ് ഇൻഡ്യൂസ്ഡ് ആണ്. ഒരു ആശയം വരിക, അത് ഡെവലപ്പ് ചെയ്യാനാണ് ഇമാജിനേഷൻ. തിങ്കിങ് ലോജിക്കൽ എല്ലാത്തിലും ഉണ്ട്, ലോജിക്കലും തിങ്കിങ് ഉണ്ട്. ഇപ്പൊ ഈ ലോജിക്കൽ തിങ്കിങ് ആണെങ്കിൽ ഇമാജിനേഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഈ തിങ്കിങ് പവർ അല്ലെങ്കിൽ ഈ ബുക്ക് ഫീഡ് ലൈക്ക് നമ്മൾ ഒരു സ്പൂൺ ഫീഡിങ് പോലെ അല്ലാണ്ട് തിങ്കിങ് പവർ യൂത്തുകളിൽ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് എന്തെങ്കിലും ആലോചിച്ച് സ്വയം ചെയ്യാനുള്ള ഒരു കഴിവ്. നമ്മുടെ കോൺവെന്റ് എഡ്യൂക്കേഷനിലെ സ്പൂൺ ഫീഡിങ് ആണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ മറ്റേ ലേണിംഗ് തിങ്കിങ് പറഞ്ഞാൽ പ്രോജക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ തന്നെ ചിന്തിക്കണം. ഇപ്പോൾ അവിടെ സ്പൂൺ ഫീഡിങ് അല്ല, അവിടെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. ടീച്ചേഴ്സ് പറഞ്ഞൊന്നും തരില്ല, ബേസിക് കാര്യം പറഞ്ഞു തരുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? റിസർച്ചിൽ മോസ്റ്റ് സ്കോളർലിയാണ്. ക്രിയേറ്റിവിറ്റി വേണം, ക്രിയേറ്റീവ് വർക്കാണ് പറയും, രണ്ടും വേണം. നമ്മൾ സ്കോളർലി അപ്രോച്ചാണ് കൂടുതലും. പക്ഷെ ഭയങ്കര റെവല്യൂഷണറി തോട്ടൊന്നും ഇല്ല. ഇപ്പൊ എന്തുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ റെവല്യൂഷൻ ചിന്തിക്കാൻ കാരണം, ബിക്കോസ് നമ്മൾ അക്കാഡമിക്സിൽ പി എച്ച് ഡി ചെയ്യുമ്പോൾ നമ്മൾ സേഫ് ടോപ്പിക് എടുക്കുന്നു. ഐൻസ്റ്റീൻ അക്കാഡമിക്സ് പുറത്ത് ചെയ്തുകൊണ്ടാണ് ഇത്ര റെവല്യൂഷൻ ചിന്തിച്ചത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി വേണം, പക്ഷെ ക്രിയേറ്റിവിറ്റി മാത്രമല്ല. ഇപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി വേണ്ടത് മൂവീസിൽ മറ്റേക്കാണ്. എല്ലാത്തിനും വേണം, മാത്സ് ആയാലും സയൻസ് ആയാലും എല്ലാത്തിനും. ഏത് ഫീൽഡ് ആണെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. ഏത് ഫീൽഡാണെങ്കിൽ അത് സാധാരണ ക്രിയേറ്റീവ് ആൾക്കാർ വരയ്ക്കുക, പാട്ട്, പെയിന്റിങ്, അത് മാത്രമല്ല. സയൻസ്, മാത്സ് എല്ലാ ഫീൽഡിലും ക്രിയേറ്റീവ് ആണ്. പുതിയതായിട്ട് എന്തുണ്ടാവണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പേരൻസ്, എസ്പെഷ്യലി മലയാളി കേരളത്തിലെ പേരൻസ് ഒന്നും ക്രിയേറ്റിവിറ്റി അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. അങ്ങനെ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ഒന്നും എൻകറേജ് ചെയ്യാറില്ല. അവർ നമ്മളുടെ പഠിത്തത്തിലാണ് ഇമ്പോർട്ടൻസ്. പഠിത്തം പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും വേറൊരാളുടെ ഐഡിയ എടുക്കണം. നമ്മൾ സ്വന്തമായി ചിന്തിക്കുമ്പോഴാണ് പുതിയ ഐഡിയാസ് മനോഭാവം. ഇന്ത്യൻ പാരന്റ്സിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മനോഭാവം? അവർ വളരെ കൺസർവേറ്റീവ് ആണ്. അവരത്ര റെവല്യൂഷൻ ചിന്തിക്കുന്ന ആൾക്കാർ ഇതല്ല. ഫാമിലിയിൽ വളരെ കൺസർവേറ്റീവ് സിസ്റ്റമാണ്. റെവല്യൂഷൻ ചിന്തിക്കുന്ന അത് ബ്രേക്ക് ചെയ്യണം. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് അതാണല്ലോ. എല്ലാ റൂൾസ് ബ്രേക്കപ്പ് ചെയ്യാൻ, റൂൾസ് വെച്ചാണ് ലോജിക്ക് പോകുന്നത്. ഫാമിലിയിൽ അങ്ങനെയാണല്ലോ. റൂൾസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് പോകുമ്പോൾ, ഇതെല്ലാം പൊളിച്ചു പോകുമ്പോഴാണ് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് വരുന്നത്. ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. ഈ മൂവീസിലില്ലേ റിയലിസം, ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ മൂവീസിന് യാതൊരു വിലയില്ല. ഇവിടെ പഠിത്തത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സിനിമയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷേ സിനിമ ഉണ്ടാകുന്ന എത്രയോ ഇമാജിനേഷനും തോട്ട് പ്രോസസ് വേണം. പക്ഷേ ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് മിക്കവരും കോപ്പി അടിക്കുകയാണ്. ഈ വെസ്റ്റേൺ ആൾക്കാരാണ് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ മിക്ക മൂവീസും കോപ്പി അടിക്കുക. ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഹോളിവുഡിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ഈ ഇപ്പം മൂവീസിൽ റിയലിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. രണ്ടും ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഫാന്റസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ല, ഈ റിയലിസം വരുമ്പോഴും മൂവീസിൽ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ മലയാളി ഓഡിയൻസ് ആണ് ഈ റിയലിസം ഡിമാൻഡ് ചെയ്യുന്നത്. പണ്ടത്തെ ഇതിലെന്ന് വെച്ചാല് മൂവി ഇപ്പോൾ ഇമാജിനേഷൻ കൂടുന്നു, ഫാന്റസീസ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ റിയലിസം വന്നാൽ പോലും ആ സമയത്തൊക്കെ ഓഡിയൻസ് സിനിമയായിട്ട് കാണും. പക്ഷെ ഇപ്പൊ റിയലിസം വരുവാണെങ്കിൽ അവര് കൂടുതലും ലൈക്ക് ഇമോഷണലി കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ആ സിനിമയിൽ പറയുന്ന ഏതെങ്കിലും പൊളിറ്റിക്സ്, അവരുടെ എമ്പുരാനെ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ. അങ്ങനെ അവരുടെ ഒരു ടേംസോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് നമ്മുടെ ഓഡിയൻസിന്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? സിനിമയായിട്ട് കാണുക, ആ രീതിയിലെടുക്കുക, അതാണ്. അല്ലാതെ അതിനെ ഈ രീതിയിലെടുക്കേണ്ട ഒരു ആവശ്യമില്ല. സിനിമയിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. മലയാളി ഓഡിയൻസിന്റെ ഇവിടെ പല ഇപ്പൊ ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അറിയാം. ഞാൻ പുള്ളി പറഞ്ഞു, പുള്ളി ലോജിക്കാണ് നോക്കുന്നത്. മൂവീസിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് മലയാളി ഓഡിയൻസ് ആണ് ഇങ്ങനെ നോക്കണം. ഈ ലോജിക്ക് വേണ്ടാന്ന് ഉദ്ദേശിക്കുന്ന ഈ പടയപ്പോൾ മൂവീസ് അല്ല. അത് ഒരു മണ്ടത്തുറ കാണിക്കണം, പൊട്ടത്തുറ. പക്ഷെ വേറെ ഫാന്റസി മൂവീസ് ഉണ്ടല്ലോ കുറേ, ബാഹുബലി അങ്ങനെയുള്ള അങ്ങനത്തെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫാന്റസി നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ക്രിയേറ്റിവിറ്റി വളരെ കുറവാണ്.
പിന്നെ എക്സാം സിസ്റ്റം അല്ല, ഈവൻ എൻട്രൻസ് എക്സാം പോലും ലോജിക് അനാലിസിസ് ഇമ്പോർട്ടൻസ് പ്രോബ്ലംസ് തുടങ്ങി, അവിടെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഡ്യൂഷൻ സംഭവത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ പുതിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല അവിടെ. ഈവൻ MBA പോലെ IIM അല്ല, പണ്ട് അവർ ലെഫ്റ്റ് റൈ മാത്രം മെസ്സേജ് കൊണ്ടിരുന്ന. പക്ഷെ അവിടെയും ബിസിനസ്സിലാണെങ്കിലും പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാവണം, പുതിയ ഇതുണ്ടെങ്കിൽ അവിടെയും ക്രിയേറ്റിവിറ്റി വേണം. ഇപ്പൊ ഒരു CEO ആവണമെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ ആവേണ്ടത്, പക്ഷെ മാർക്കറ്റിങ്ങിന് വേണ്ട റൈറ്റ് ബ്രെയിൻ ആണ്. ക്രിയേറ്റിവിറ്റി. അപ്പൊ ലെഫ്റ്റും റൈറ്റ് രണ്ടും വേണം. പക്ഷെ ഭൂരിഭാഗം ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും എല്ലാം ലോജിക് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് വളരെ റിജിഡാണ്, വളരെ നാരോ പാത്താണ്. ഇത് പൊട്ടിച്ച് പോകുമ്പോഴാണ് ഫ്രീഡം വരുന്നത്. ഇമാജിനേഷൻ ഇപ്പം പ്രൊഫഷണൽ കോഴ്സ് അല്ല, ഭയങ്കര ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് വളരെ ഫ്രീഡം ഇല്ല. പക്ഷെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോകുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ട്, കാരണം അത് ഇമാജിനേഷനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഈ ഇമാജിനേഷൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിന് ഈ കൺസർവേറ്റീവ് സിസ്റ്റം ബ്രേക്ക് ചെയ്യണം. കൺസർവേറ്റീവ് സിസ്റ്റം ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ ഇപ്പം എഡ്യൂക്കേഷൻ വളരെ സ്ട്രെസ്ഫുൾ ആണല്ലോ, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആക്കിയിട്ട് പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നതും അങ്ങനെ അതെല്ലാം എൻകറേജ് ചെയ്യണം. വെറുതെ എന്താണ് ഈ ബുക്ക് മാത്രമായിട്ട് കാര്യമില്ല. ഒരു റിസർച്ചർ എന്ന നിലയിൽ ഈ ലോജിക്കൽ ആൻഡ് ഇമാജിനേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് ലോജിക്കൽ ഇമാജിനേഷൻ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇൻഡ്യൂഷൻ ഇമാജിനേഷൻ മാത്രം മതി. പക്ഷെ മാത്തമാറ്റിക്സോ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ വേണം. അപ്പോൾ അത് ആദ്യം ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ കഴിഞ്ഞിട്ട് ലോജിക് വേണം. അതിനാണ് ഞാൻ ഉപയോഗിച്ചത് ലോജിക്കൽ ഇമാജിനേഷൻ. രണ്ടും വേണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇവിടെ പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും 80% ആൾക്കാർ ലെഫ്റ്റ് ബ്രെയിൻ ആൾക്കാരാണ്. പഴയ റൊമാൻറ്റിസിസ്റ്റ് ആ മൂവ്മെൻറ്റെല്ലാം വേണം. ശരിക്കും റിനൈസൻസാണ് വേണ്ടത്, രണ്ടിൻ്റെ കോമ്പിനേഷൻ. റൊമാൻറ്റിസിസവും പ്ലസ് എൻലൈറ്റ്മെൻറ്റ്. ഈ റീസണിങ് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ യൂറോപ്പിൽ മെൻ്റൽ ഹോസ്പിറ്റൽ കൂടി എന്ന് പറയുന്നത്. ഈ ലോജിക്ക് കൂടുമ്പോൾ ആർഗ്യുമെൻ്റ് അങ്ങനെ വരുമ്പോൾ ഒരു മാനസിക രോഗത്തിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഭയങ്കര ടെൻസാണ്, സ്ട്രെസ്സാണ്, ഭയങ്കര ആർഗ്യുമെൻറ്റ് മറ്റെല്ലാം. ഇപ്പോൾ നമ്മൾ TV-യിലൊക്കെ കാണാറില്ല, മുഴുവൻ ആർഗ്യുമെന്റ്സിൽ കാണാറില്ല. അങ്ങനെ വരുമ്പോൾ അത് മെന്റൽ ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം. ഇമാജിനേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് മൈൻഡ് വേണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലോജിക്സ് വരുമ്പോൾ രണ്ട് കോൺഫ്ലിക്ട്സ് വരില്ലേ? ഇപ്പൊ നമ്മുടെ റിലീജിയസ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ ലോജിക്സിൽ ഈ ബൈനറി ലോജിക്കാണ്, സീറോ ട്രൂ ഓർ ഫോൾസ് ലോജിക്. അതിന്റെ ഇടയിൽ ഓപ്ഷൻസ് എന്താണ് ഇമാജിനേഷൻ. ഇപ്പൊ ഫസ്റ്റ് ലോജിക്കാണ് 0 1 ഇടയിലാണ്. അത് മാത്രമല്ല ഡിഫറൻസ് എന്ന് പറയും, അതായത് ബ്ലാക്കിന് ഓപ്പോസിറ്റ് വൈറ്റ് അല്ല, വൈറ്റിന് ഓപ്പോസിറ്റ് ബ്ലാക്ക് അല്ല, നോൺ ബ്ലാക്ക്. ബ്ലാക്ക് വൈറ്റ് മാത്രമാണ്, അതിൻ്റെ ഇടയിൽ വേറെ പല കളേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബ്രോഡ് മൈൻഡ് അപ്രോച്ചാണ് ഇമാജിനേഷൻ, ഫ്രീഡവും. അപ്പൊ ഈ ലോജിക്സ് ആയിട്ട് ചിന്തിക്കുമ്പോ ഇപ്പൊ റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ലോജിക് ബ്രേക്ക് ചെയ്താലേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ഇപ്പൊ ഈ റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റിലീജിയന് തന്നെ ഒരേ കാര്യത്തിന് രണ്ട് ലോജിക്സ് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? റിലീജിയനിൽ പ്യൂർലി ലോജിക് കുറവാണ്. റിലീജിയനിൽ ലോജിക്കൽ സംഭവം വളരെ കുറവാണ്. റിലീജിയനിൽ സ്റ്റാർട്ടിങ് അല്ല ഇമാജിനേഷൻ ഉണ്ട്. ഇപ്പൊ ഇമോഷൻ ഇസ് മോർ റിലേറ്റഡ് ടു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അങ്ങനെ പോകും. ഏതൊരു ആർട്ട് ഫോമും സ്റ്റാർട്ട് ചെയ്യുന്ന ഇമോഷനിലാണ്. ഇമോഷൻ ഇപ്പൊ ഈ എല്ലാം ഇങ്ങനെ സീക്വൻസിൽ ഓർഡർ ട്രീയിൽ പോകുന്നതാണ്. റാൻഡമായിട്ട് പോകുന്നത് റൈറ്റ് ബ്രെയിൻ ആണ്. ഈ റൈറ്റ് ബ്രെയിൻ ആൾക്കാർക്ക് ലോജിക്കൽ ഇങ്ങനെ സീക്വൻസിലായിട്ട് പോകണമെന്നില്ല, റാൻഡമായിട്ടാണ് അവർ പോകുന്നത്. ഇമോഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ലോജിക് ഇമോഷൻ എപ്പോഴും ബൈനറി ആയിട്ട് വരും. ഇമോഷൻ ഉള്ളപ്പോൾ ലോജിക് ഇല്ല, ലോജിക് ഉള്ളപ്പോൾ അങ്ങനെ ഒരു ബൈനറി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇമോഷനിൽ പല ആൾക്കാർ ഇന്റലിജൻസ് കണക്കാക്കില്ല. പക്ഷേ ഇമോഷനിലാണ് ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇമാജിനേഷനിലെല്ലാം. ഇപ്പോൾ ഇങ്ങനെ ഒരു വന്നാൽ ഇപ്പോൾ നമ്മുടെ ഒരു പലപ്പോഴും നമുക്ക് കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു സംഭവമാണ് ഈ ഇമോഷണൽ ലോജിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈഫിലാണെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കുമ്പോൾ മിക്കവർക്കും ലോജിക്കായിട്ട് ചിന്തിക്കണം, രണ്ടും വേണം. ഇപ്പൊ ലോജിക്കൽ മാത്രമായി കഴിഞ്ഞാൽ മനുഷ്യത്വം പോകും. ഇമോഷൻ മാത്രമായി കഴിഞ്ഞാൽ ബയസ്ഡാവും. രണ്ടും വേണം, ലോജിക്ക് ഇമോഷൻ രണ്ടും വേണം. പക്ഷെ ഇന്ന് ഇപ്പൊ ആൾക്കാർ ഇമോഷൻ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് ലോജിക്ക് മാത്രമേ മാറുക. ആണുങ്ങൾ കുറച്ചുകൂടെ ലോജിക്കലാണ്, പെണ്ണുങ്ങൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അതങ്ങനെയാണ്, കാരണം പറയാൻ പറ്റില്ല. പെണ്ണുങ്ങൾ മോർ റൈറ്റ് ബ്രെയിൻഡ് ആണ്.
ഒരു പെണ്ണുങ്ങൾ കുറച്ചിട്ട് കാരണം അവർ അമ്മമാരാവും, അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടല്ലോ. ആണുങ്ങൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ആണുങ്ങൾ ലോജിക്കലി സോൾവ് ചെയ്യും, പെണ്ണുങ്ങൾ ചിലപ്പോ ഇമോഷണൽ ആയിട്ട് ഗ്രംബിളും. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ ഹിസ്റ്ററിക്കൽ എന്ന് പറയുന്നത്. ഭയങ്കര ഹിസ്റ്ററിക്കൽ പണ്ട് ഭയങ്കര ഇപ്പൊ ഈ റിലീജിയനിലെ വലിയ സ്ഥാനങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കാത്ത കാരണം ചിലപ്പോൾ അതായിരിക്കും, കാരണം അവർക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമാജിനേഷൻ ലോജിക്കലും തമ്മിൽ ഒരു മൊത്തത്തിൽ ഒരു കൺക്ലൂഷൻ പറയാമോ? എങ്ങനെയാണ് നമുക്കത് സോൾവ് ചെയ്യാൻ, ലൈക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ എങ്ങനെയൊക്കെയാണ്? അത് ലോജിക്ക് ഇമോഷൻ, നമ്മൾ രണ്ട് മെയിൻ, യുക്തിപൂർവ്വം ചിന്തിക്കണം, ഇമോഷനും വേണം. ഇപ്പൊ അയൻറാൻഡ് പറഞ്ഞ ഫിലോസഫർ ഉണ്ട്, അമേരിക്കൻ ഫിലോസഫർ, അവരെല്ലാം ലോജിക്കിന് മാത്രമാണ് ഇമോഷൻ കൊടുക്കുന്നത്. അങ്ങനെ മാത്രമാകുമ്പോൾ മനുഷ്യത്വം സംഭവം ഇല്ലാതാവും. രണ്ടും വേണം. ഇപ്പൊ റൂസോ ഹ്യൂം പോലെ ആൾക്കാരെല്ലാം ഇമോഷനാണ് ഇമോഷൻ കൊടുക്കുന്നത്. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്, അതായത് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ആർട്ട്. സയൻസോ ആർട്ടോട് ഇന്റഗ്രേറ്റ് ചെയ്താൽ നല്ലതാണ്. സയൻസ് മാത്രമേ പോരാ, ആർട്ട് മാത്രമേ പോരാ, രണ്ടിനോട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് റിനൈസൻസ്. അപ്പൊ ഇനിയും ഒരു റിനൈസൻസ്. പക്ഷെ ഇപ്പത്തെ എല്ലാരും ഇപ്പൊ ലോജിക്ക് മാത്രമായിട്ട് ഇങ്ങനെ പോവുകയാണ്, അത് നല്ല ട്രെൻഡല്ല. ഇനി ഒരു റിനൈസൻസ് പീരീഡ് ആൾക്കാർ ഇനി ഈ മറ്റേനൊപ്പം ഈ ഫിക്ഷനൊപ്പം നോൺ ഫിക്ഷൻ രണ്ടും വായിക്കണം. നോൺ ഫിക്ഷൻ മോർ ലോജിക്കൽ അനാലിറ്റിക്കൽ അങ്ങനെയാണ്. ഫിക്ഷൻ വായിക്കുന്നത് നല്ലതാണ്, ഇമാജിനേഷൻ നല്ലതാണ്. നമ്മൾ ബുക്ക് വായിക്കുമ്പോഴാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇനിയുള്ള പിള്ളേർ രണ്ടും വായിക്കണം. ഈ രണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് നോൺ ഫിക്ഷനും ഫിക്ഷനും, രണ്ട് തരത്തെ ബുക്കും വായിക്കുക. അപ്പോൾ ഈ ടിപ്സ് എല്ലാം ആക്ച്വലി ഇപ്പോഴത്തെ യൂത്തിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇനിയും നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ അതുവരെ താങ്ക് യു സോ മച്ച്.